അസ്സലാമലൈക്കും. ഇവിടെ ബോഡി കണ്ട് സൂഫിസം തെരീക്കത്ത് ഇസ്ലാമികമോ എന്നാണ്. നിങ്ങളെ പേര്? എന്റെ പേര് സാദിഖ്. സൂഫിസവും തെരീക്കത്തും ഇസ്ലാമികമോ അനിസ്ലാമികമാണെന്ന് തെളിയിക്കാൻ പറ്റുമോ? ഒരു 1.5 മണിക്കൂർ കേൾക്കാം. സലാഹുദ്ദീൻ മുസ്ലിം കേൾക്കണം. നിങ്ങൾ ഇങ്ങനെ മുജാഹിദീങ്ങളെ വായത് കേൾക്കുള്ളൂ, അല്ല കേൾക്കൂല. അതുകൊണ്ട് നിങ്ങളെപ്പോലത്തെ കേൾപ്പിക്കാൻ തന്നെ ഞങ്ങൾ തീരുമാനിച്ചത്. അപ്പൊ മുഖാമുഖന്ന് പേരിട്ടാ മൂലമാര് വരും, അപ്പോഴെങ്കിലും കേൾക്കും. രാത്രി പോയി കിടക്കുമ്പോഴെങ്കിലും ആലോചിക്കും. ഇപ്പൊ ചപ്പാണ്ടാക്കിയാലും രാത്രി ചെന്ന് കിടക്കുമ്പോ ഇങ്ങനെ തികട്ടി വരും. പഠിച്ചൊരു സംഗതി ഒരു പറഞ്ഞോട്ട് കുറച്ചൊക്കെ ഉണ്ടല്ലോ എന്നൊരു ആലോചന വന്നിട്ടാൽ അൽഹംദുലില്ലാഹ് പ്രതീക്ഷ ഉണ്ട്. നമുക്കൊക്കെ പ്രതീക്ഷ ഉണ്ട്, ആരെ കുറിച്ചും നമുക്ക് നിരാശയില്ല. അതുകൊണ്ട് പ്രതീക്ഷ ഉണ്ട്. നിങ്ങൾ കേട്ടോടി അൽഹംദുലില്ലാഹ്. ഏതായാലും കേട്ട നല്ലത്. ഏത് നിങ്ങൾ അഴവാ കോളേജും എന്തായിക്കോട്ടെ, പക്ഷെ എന്നാലും എവിടെയെങ്കിലും ലേശൊക്കെ കേറാതെ വെക്കൂല. ശരി, അൽഹംദുലില്ലാഹ്. അപ്പൊ സൂഫിസവും ത്വരീഖത്തും നമ്മള് ഇതിൽ പറഞ്ഞ വിഷയമാണ്. നമ്മളെ ഈ പോസ്റ്ററിൽ പറഞ്ഞ ബാനറിൽ പറഞ്ഞ വിഷയമാണ് സൂഫിസവും ത്വരീഖത്തും. ഇസ്ലാമികമോ എന്നാണ് ചോദിച്ചത്. അനിസ്ലാമികമാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? തീർച്ചയായും കഴിയും. പല കാരണങ്ങളാൽ ഇത് അനിസ്ലാമികമാണ് എന്ന് തെളിയിക്കാൻ കഴിയും. യഥാർത്ഥത്തിൽ ഇസ്ലാമിന്റെ പേരിൽ പിൽക്കാലത്ത് കടന്നു വന്ന ചില ഭക്തി പ്രസ്ഥാനങ്ങളാണ് സൂഫിസം അല്ലെങ്കിൽ ത്വരീഖത്ത് എന്ന പേരിൽ പിൽക്കാലത്ത് കടന്നു വന്നത്. ആളുകള് മുസ്ലിമീങ്ങൾക്കിടയിൽ, മുസ്ലിം രാജ്യങ്ങളിൽ വലിയ ഫിത്നകൾ വ്യാപകമായി വന്നപ്പോൾ ഇനി അതിന് രക്ഷപ്പെട്ട് ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ പോയി ശിഷ്ടകാലം ഇബാദത്തിൽ കൂടി നമുക്ക് ജീവിക്കാം എന്ന ആത്മാർത്ഥതയായിരുന്നു അതിന്റെ തുടക്കക്കാർക്കെങ്കിൽ അത് പിന്നീട് ഒരു ഭക്തി പ്രസ്ഥാനമായി മാറുകയും ചില ശൈഖന്മാരുടെ പേരിൽ ഒരു പ്രത്യേക ടീമുകളായി രൂപപ്പെടുകയും ആ ശൈഖ് പറഞ്ഞത് എന്തും ദീനായി സ്വീകരിക്കുകയും ആ ശൈഖ് എന്തു നിശ്ചയിച്ചു കൊടുത്താലും അതൊക്കെ മതത്തിന്റെ ആചാരങ്ങളായി മാറുകയും ചെയ്തതാണ് സൂഫിസത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മുസ്ലിയാക്കന്മാർ മാത്രമേ പ്രശ്നമാക്കുള്ളൂ, വേറെ ആർക്കും കുഴപ്പമില്ല. ഓലെ കൂടെ അതിനായിട്ട് കൊണ്ടുവന്ന കുറച്ച് മനുഷ്യന്മാരും അതൊക്കെ മുസ്ലിയാക്കന്മാരെ ഒപ്പം വന്ന കുറച്ച് ആളുകൾ ഉണ്ടാവും. മുജാഹിദീങ്ങൾ ഇരുന്നോളി, മുജാഹിദീങ്ങൾ ഇരിക്കി. നമുക്ക് ഈ പരിപാടി ഭംഗിയായി നടക്കുകയാണ് വേണ്ടത്. ഈ പരിപാടി ഭംഗിയായി മാന്യമായി നടക്കുകയാണ് വേണ്ടത്. ഇത് നടക്കരുത് എന്ന ആഗ്രഹമുള്ള കുറച്ച് ആളുകളുണ്ട്. ശ്രദ്ധിക്കാം, മുജാഹിദീങ്ങൾ ശ്രദ്ധിക്കാം. നമ്മളെ ഈ പ്രോഗ്രാം മാന്യമായി നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിന് പ്രത്യേകം ഒരുങ്ങി വന്ന ഏതാനും ആളുകളുണ്ട്. അവരുടെ അജണ്ടകൾ നടപ്പാകാൻ നമ്മൾ ഒരിക്കലും കൂട്ടിക്കരുത്. അതുകൊണ്ട് മുജാഹിദീങ്ങൾ മാറിയാൽ മതി. മറ്റുള്ളവർ ക്യാമറ പിടിക്കുന്നുണ്ട്, കൃത്യമായി ക്യാമറ പിടിക്കുന്നുണ്ട്. ഓരോ മനുഷ്യന്മാരുടെയും കൃത്യമായി നമുക്ക് ക്യാമറ കിട്ടും. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അവിടെ ബേജാറാണ്ട, ഇവിടെ നല്ല പവറുള്ള ക്യാമറ ഉണ്ട്. ഓരോ മുസ്ലിയാക്കന്മാരുടെയും മുഖം കൃത്യമായി ക്യാമറയിലുണ്ട്. എല്ലാവരെയും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇൻഷാ അല്ലാഹ് നമുക്ക് ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഈ പ്രോഗ്രാം മാന്യമായി നടക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചില ആളുകൾ, മുസ്ലിയാക്കന്മാർ അതിനുവേണ്ടി പ്രത്യേകമായി കച്ചകെട്ടി കൊണ്ടുവന്ന ആളുകൾ, അവരിൽ എന്താ ആ മുസ്ലിയാരാണ് ഈ പ്രശ്നങ്ങളൊക്കെ. അയാൾക്ക് നേരത്തെ തന്നെ ഉണ്ട്, അയാൾക്ക് നേരത്തെ ഞാൻ പറഞ്ഞ അസുഖം. അതുകൊണ്ട് അതങ്ങനെ ഉണ്ടായിക്കോട്ടെ, കുഴപ്പമില്ല, ഓരോ പോയിക്കോട്ടെ. നമുക്ക് ഈ പരിപാടി മാന്യമായി നടക്കണം. ഇത്രയും മനുഷ്യന്മാർ അല്ലാഹുവിന്റെ ദീന് കേൾക്കാൻ, ദീനിന്റെ മജ്‌ലിസ് എന്ന നിലയ്ക്ക് ഇവിടുന്ന് കേൾക്കുന്ന വിഷയങ്ങൾ പഠിക്കാനും അറിയാനും അന്വേഷിക്കാനും തന്നെയാണ് ഈ അനേകായിരങ്ങൾ, ഈ നാട്ടുകാരായ മുഴുവൻ മനുഷ്യന്മാരും ഇവിടെ ഉണ്ട് എന്ന് പറയാവുന്ന രൂപത്തിൽ ഇവിടെ എത്തിയിരിക്കുന്നത്. അതിന് പ്രയാസം ഉണ്ടാകും ചില മുസ്ലിയാക്കന്മാർക്ക്, സംശയമില്ല. ഏതായാലും ശരി, സൂഫിസം എന്നുള്ളത് പിൽക്കാലത്ത് കടന്നു വന്ന പിഴച്ച ചില ചിന്താ പ്രസ്ഥാനങ്ങളാകുന്നു. ഭക്തി പ്രസ്ഥാനങ്ങളായി രംഗപ്രവേശനം ചെയ്യുകയും എന്നിട്ട് ചില ശൈഖന്മാരുടെ പേരിൽ, ചില മഹാന്മാരുടെ പേരിൽ അത് പ്രത്യേകമായ സംഘങ്ങളായി, ഗ്രൂപ്പുകളായി രൂപപ്പെടുകയും ആ ശൈഖ് പറഞ്ഞെങ്കിൽ മാത്രം ദീനായി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. അതാണ് ഖാദിരിയ, റിഫാഇയ്യ, നഖ്ശബന്ദിയ, ചിശ്തിയ, സുഹ്റവർദിയ, ഐദറൂസിയ തുടങ്ങി ഒട്ടനേകം പേരുകളിൽ ഇന്നത് നാടുകളിൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. വിവിധങ്ങളായ പേരുകളിൽ ലോകത്ത് പലപ്പോഴായി അത്തരം പ്രസ്ഥാനങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അവസാനം ആ ശൈഖിന് അപ്പുറമായി കൽപ്പിക്കുകയും ആ ശൈഖിനെ റഹ്മാനായ റബ്ബിന്റെ സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്യുന്ന സാഹചര്യം വരെ അതിലൂടെ കടന്നു വന്നിട്ടുണ്ട്. ശ്രദ്ധിച്ചോളി. മുജാഹിദീൻ ഇരിക്കി. എല്ലാ മുജാഹിദീൻ ഇരുന്നാ പിന്നെ ആരാ കുഴപ്പമുണ്ടാക്കുക വേറെ അറിയാലോ. എല്ലാ മുജാഹിദീൻ ഇരിക്കുക. എല്ലാവരും നിൽക്കണവരെ പ്രത്യേകം കിട്ടും. എല്ലാവരും ഇരിക്കും. ഇത്ര ഉള്ളു പണി. ഇതിനാണ് ഈ പ്രശ്നങ്ങളൊക്കെ. എല്ലാവരും ഇരിക്കും, ഒരു കുഴപ്പമില്ല. നമ്മൾ ആദ്യമായിട്ടൊന്നുമില്ലല്ലോ. എല്ലാവരും ഇരിക്കുക. എല്ലാവരും ഇരിക്കുക. ഒരാൾ നിൽക്കണ്ട.
ഒരാൾ നിൽക്കണ്ട. കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശമുള്ള മാത്രം നിന്നാ മതി. കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിക്കണം നിന്നോട്ടെ, അല്ലാത്തതൊക്കെ ഇരിക്കി. ആ ശരി, അൽഹംദുലില്ലാ, അങ്ങനെ ഇരിക്കി. അതാണ് വേണ്ടത്. എല്ലാവരും ഇരിക്കും. വളരെ മാന്യമായി ഈ പ്രോഗ്രാം നടക്കല്ലേ. നമുക്ക് 10 മണി വരെ സമയമുണ്ട്. ആ 10 മണി വരെ ഈ പ്രോഗ്രാം നടന്നേ പറ്റൂ. അത് നടക്കരുതെന്ന് ഒറ്റ നിർബന്ധം ഉണ്ടെങ്കിൽ നമ്മളൊരു കൂട്ടിക്കൂടാൻ പോലെ അവിടെ എല്ലാവരും ഇരിക്കാം, മുജാഹിദീനൊക്കെ ഇരിക്കാം. അതിനൊക്കെ നമുക്ക് എല്ലാത്തിനും ആര് കുഴപ്പമുണ്ടാക്കാൻ വന്നാലും അത് നടക്കും. റഹ്മാനായ റബ്ബിന് സഹായം ഉണ്ടാകും. സലാഹുദ്ദീൻ മുസ്ലിക്ക് ശരി, എല്ലാ മുസ്ലിയാക്കന്മാരും ഇരുന്നു. അൽഹംദുലില്ലാ, എല്ലാ മുസ്ലിയാക്കന്മാരും ഇരുന്നു. നിങ്ങൾ ഇരിക്കി മുസ്ലിയാരെ, എങ്ങനെ എണീക്കല്ലേ, നിങ്ങൾ ഇരിക്കി. എന്താണ് ഉസ്താദ്, നിങ്ങളെപ്പോലെ തന്നെ ശരി. അങ്ങനെ ഈ നാട്ടിൽ നിങ്ങളല്ലേ നോക്കുന്നത്, ഈ നിലക്ക് ഉസ്താദുമാരെ ശരിക്ക്. ശരി. അപ്പൊ അവസാനത്തെ മുസ്ലിയാരും ഇരുന്നു. ഇനി സലാഹുദ്ദീൻ മുസ്ലിയാർ നിങ്ങൾ പിന്നെ എണീക്കല്ലേ. സലാഹുദ്ദീൻ മുസ്ലിയാർക്ക് നിങ്ങൾ ഇരിക്കി. നിങ്ങൾ ഒപ്പമുള്ളവരൊക്കെ നിങ്ങൾ പറഞ്ഞാലേ എണീക്കുള്ളൂ, അല്ലെങ്കിൽ എണീക്കൂല. നമുക്ക് അറിയാലത്. അതുകൊണ്ട് നിങ്ങൾ ഇരുന്നാ മതി. ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാ, ഖൈർ. ഇനി ശ്രദ്ധിക്കാം. എല്ലാവരും ശ്രദ്ധിക്കാം. അൽഹംദുലില്ലാ, അപ്പൊ എല്ലാവരും ഇരുന്നിട്ടുണ്ട്. ഇനി മാന്യമായി പരിപാടി മുന്നോട്ട് പോകാം. അൽഹംദുലില്ലാ. അപ്പൊ ഏതായാലും ഇവിടെ സൂഫിസമാണ് ചോദ്യം. ഞാൻ സൂചിപ്പിച്ചു, അത് പിൽക്കാലത്ത് കടന്നു വന്ന ചില പുതിയ ഭക്തി പ്രസ്ഥാനങ്ങളാണ്. പിൽക്കാലത്ത് ഇസ്ലാമിന്റെ പേരിൽ കടന്നു വന്ന ചില ഭക്തി പ്രസ്ഥാനങ്ങളാണത്. അത് പിന്നീട് ഖാദിരിയ എന്നും റിഫാഇയ എന്നും ഐദറൂസിയ എന്നും സുഹ്റവർദിയ എന്നും നക്ഷബന്ദിയ എന്നും ഒക്കെയുള്ള പേരുകളിലായി അത് പിന്നീട് അറിയപ്പെട്ടിട്ടുണ്ട്. അവിടെ പ്രത്യേകമായ ശൈഖന്മാരെ അവരോധിക്കുന്നു. ആ ശൈഖിന് പലപ്പോഴും പ്രവാചകരുടെ സ്ഥാനം, ചിലപ്പോൾ പ്രവാചകന്മാരെക്കാൾ സ്ഥാനം, ചിലപ്പോൾ പ്രവാചകന്മാരെക്കാൾ സ്ഥാനം വരെ കൽപ്പിക്കപ്പെടുന്നു സമൂഹത്തിൽ. ഒരു ഉദാഹരണം ഞാൻ പറയാം. ഏതാണ് റബീഉൽ ആഖിറാണല്ലോ. ഈ റബീഉൽ ആഖിറിൽ മുഹീദ്ദീൻ ശൈഖിന്റെ പേരിലാണല്ലോ നമ്മുടെ നാട്ടില് ആചാരങ്ങൾ നടക്കുന്നത്, അല്ലെങ്കിൽ പുത്തൻ വാദങ്ങൾ നടക്കുന്നത്. ഇനിയിപ്പോ അനാചാരമായിട്ട് എടുക്കാറ് വേണ്ട, പുത്തൻ വാദങ്ങൾ ഈ മാസത്തിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ശൈഖ് ജിലാനിയുടെ പേരിലാണല്ലോ. എങ്കിൽ ആ ശൈഖിന്റെ പേരിൽ എഴുതപ്പെട്ട വരികൾ, മാലകളാവട്ടെ, മൗലിദാവട്ടെ, റാത്തീബാവട്ടെ, കുത്തുബിയത്താവട്ടെ, അല്ലാത്ത പാട്ടുകളാവട്ടെ, ആ പാട്ടുകൾ പരിശോധിച്ചാൽ അവിടെ കാണാം മുഹീദ്ദീൻ ശൈഖിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട പാട്ടുകൾ. മൻസൂബി ഇലൈഹി എന്ന പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട പാട്ടുകളിൽ കാണാം വകുന്തു മഅനൂഹിൻ ബിഅലാ സഫീനതി ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി വകുന്തു മഅനൂഹിൻ. എല്ലാവരും ശ്രദ്ധിച്ചോളി. ഇതാണ് നമ്മളൊക്കെ നാട്ടിലുള്ള വിശ്വാസം. ഇത് ശരിയാണോ അല്ലേ നമ്മൾ ആലോചിച്ചാൽ മതി. ബാക്കി എല്ലാ വാശിയും മാറ്റിവെച്ച് ആത്മാർത്ഥമായി ചിന്തിക്കുക. വകുന്തു മഅനൂഹിൻ, ഞാൻ നൂഹ് നബിയുടെ കൂടെ ഉണ്ടായിരുന്നു. ബിഅലാ സഫീനതി, കപ്പലിന്റെ ഏറ്റവും മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു. ബിഹാറൻ വതൂഫാനൻ അലാ കഫി ഖുദ്റതി, സമുദ്ര സമാനമായ വെള്ളപ്പൊക്കമുണ്ടായപ്പോൾ എന്റെ ഖുദ്റത്താകുന്ന കയ്യിലായിരുന്നു ആ കപ്പലിന്റെ സഞ്ചാരം. വകുന്തു മഅ മൂസ ഫീ മുനാജാതി റബ്ബിഹി വമൂസ അസാഹു മിൻ അസായസ്തമദ്ദതി. നമ്മുടെ നാട്ടിലെ വിശ്വാസം നിങ്ങൾ ചൂടായിട്ട് കാര്യമില്ല. നമ്മുടെ നാട്ടിലെ വിശ്വാസം റബീഉൽ ആഖിറില് ഏത് ശൈഖിന്റെ പേരിലാണോ പാട്ടും ബെയ്ത്തൊക്കെ ഉള്ളത്, ആ ശൈഖിനെ പറ്റിയുള്ള വിശ്വാസ. മുഹീദ്ദീൻ ശൈഖ് മൂസാ നബിയുടെ കൂടെ ഉണ്ടായിരുന്നു എന്നാ പറയുന്നത്. എപ്പോ? തൂരി സീനാ മലയിൽ മൂസാ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുമായി സംസാരിക്കാൻ ചെല്ലുമ്പോൾ മൂസാ നബിയുടെ കൂടെ മുഹീദ്ദീൻ ശൈഖ് ഉണ്ടായിരുന്നു. മൂസാ നബിയുടെ വടി മുഹീദ്ദീൻ ശൈഖിന്റെ കയ്യിലെ വടിയിൽ നിന്നെടുത്തതാണ്. കുന്തു മഅ ഇബ്രാഹീമ മുൽഖൻ ബിനാരിഹി വമാ ബാറദൻ നീറാനു ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബി തീയിലേക്ക് ഇട്ടപ്പോൾ അഭിമുഖമായി ഞാൻ ഉണ്ടായിരുന്നു. സഹോദരന്മാരെ, ഇത് വിശ്വസിക്കാൻ പറ്റുമോ നമുക്ക്? ഇനി റിഫായി ഷെയ്ഖ്. ആ റിഫായി ഷെയ്ഖിന്റെ പേരില് ഉണ്ടാക്കപ്പെട്ട റിഫായി മൗലിദ് ഇനി നമുക്ക് രണ്ടാമത് ഇങ്ങനെ വെക്കാൻ ചിലപ്പോൾ പറ്റിക്കോളുന്നില്ല. ആ റിഫായി ഷെയ്ഖിന്റെ പേരിൽ ഉണ്ടാക്കപ്പെട്ട മൗലിദ്, ആ മൗലിദിൽ ഒരു വരി കാണാം. നല്ലോണം ശ്രദ്ധിച്ചോളി. ആത്മാർത്ഥമായി ദീനെ സ്നേഹിക്കുന്ന, ഇതൊക്കെ ദീനാണ് എന്ന് വിചാരിച്ച്, ഇതൊക്കെ മതമാണെന്ന് വിചാരിച്ച് നടക്കുന്ന ആളുകൾ ആലോചിക്കുക. റിഫായി മൗലിദ് കിതാബിന് റിഫായി മൗലിദ് പറയാ. എന്താ പറഞ്ഞത്? ഇന്നി സമീതുൽ ഖിദ്റ യൗമൻ ഖാല ലി യൗമൽ മആദി സയഫ്തഖിറുൽ ഇസ്മീ. ഖിദ്ർ അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു അത്രേ. എന്താ പറഞ്ഞത്?
നാളെ പരലോകത്ത് അള്ളാഹുവിന്റെ റസൂല് അഭിമാനം കൊള്ളും. നാളെ പരലോകത്ത് അള്ളാഹു റസൂൽ അഭിമാനം കൊള്ളും. എന്തുകൊണ്ട്? ആരെക്കൊണ്ട്? ബിസയ്യിദിൽ കബീരി ബൈനൽ ഉമമി. എല്ലാ ഉമ്മത്തീങ്ങളുടെ മുമ്പിലും അഹ്മദുൽ കബീർ റിഫാഇയെ കൊണ്ട് അല്ലാഹു റസൂൽ അഭിമാനം കൊള്ളും. യസ്അലു ജമീഅൽ അംബിയാഇ ആഖിറാ ബിയദിൽ കബീർ ബിനിൽ അലിയിൽ മുക്റമി ഹൽ ഇൻദകും ഫീ ഉമമിൻ മിൻ റജുലി ലാ യഅഫ വല്ലാഹ് മിസ്ലുഹു മിൻ ആലിമി. ചങ്ങായിമാരെ മൗലിദ് നോക്കുന്നുണ്ടാക്കല്ലേ, ഖുർആനൊന്നും ഏതലച്ചപ്പോ ഉണ്ടാക്കും. മൗലിദ് ഒന്നും ശ്രദ്ധിക്ക്. റിഫാഇ മൗലിദിനെ പറയാണ്ട് നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ റസൂല് മഹ്ശറ വൻസഭയിൽ റിഫായി ശൈഖിനെ കയ്യും പിടിച്ച് മഹ്ശറ ഒന്നാകെ നടക്കും. ഓരോ അമ്പിയാക്കന്മാരും ചെന്ന് കാണും. എന്നിട്ട് ഓരോ നബിയോടും അല്ലാഹു റസൂൽ ചോദിക്കുമെന്നാണ്. എന്ത് ചോദിക്കും? ഹൽ ഇൻദകും ഫീ ഉമമിൻ മിൻ റജുലി, നിങ്ങളെ ഉമ്മത്തികളിൽ ഉണ്ടോ ഇങ്ങനത്തെ ഒരാള്? നിങ്ങളെ ഉമ്മത്തിലുണ്ടോ ഇങ്ങനത്തെ ഒരാള് എന്നും ചോദിച്ച് റിഫായി ശൈഖിന്റെ കയ്യും പിടിച്ച് അല്ലാഹുവിന്റെ റസൂൽ മഹ്ശറിൽ നടക്കുമെന്ന ശുദ്ധമായ കളവ് ആരാ കൂട്ടരെ എഴുതി ചേർത്തത്? ആരാ എഴുതി ചേർത്തത്? ഇത് പുത്തൻ വാദമല്ലെങ്കിൽ, ഇത് പുത്തൻ ആചാരമല്ലെങ്കിൽ, ഇത് പിഴച്ച ബിദ്അത്തല്ലെങ്കിൽ വേറെ ഏതാ ബിദ്അത്ത്? അതുകൊണ്ട് ഈ സൂഫിസം, ഈ ത്വരീഖത്ത്, അതിന്റെ പേരിൽ കടന്നു വന്ന ഇത്തരം രീതികൾ അതൊന്നും പിന്നെ ഇസ്ലാമികമല്ല എന്നർത്ഥം. ഏതായിരുന്നാലും വളരെ കുറച്ച് മനുഷ്യന്മാരെ കുഴപ്പമുണ്ടാക്കും. ബാക്കി എല്ലാവരും ശ്രദ്ധിക്കണം. ഈ മുന്നില് അതിനായിട്ട് പ്ലാൻ ചെയ്തു വന്ന കുറച്ച് മനുഷ്യന്മാര്, മുസ്ലിയാക്കന്മാരും ഓരോ കുട്ടാളികളും, അതല്ലാത്ത വേറെ ഒരാള് ഇവിടെ പ്രശ്നം. എല്ലാവരും ശ്രദ്ധിക്കോളൂ, എല്ലാം ശ്രദ്ധിക്കാം. മുസ്ലിയാക്കന്മാർ നാളേക്ക് അങ്ങാടിക്ക് ഇറങ്ങാനുള്ളതല്ലേ. ഈ അങ്ങാടിക്ക് നാളെ ഈ നാട്ടിൽ ചോദിക്കൂലേ, എന്തിനാ ഉസ്താദ് അവിടെ കുഴപ്പമുണ്ടാക്കാൻ പോയി എന്ന് ചോദിക്കൂലേ? ഇത് മാന്യമായ രീതിയല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇരുന്നാൽ ബാക്കി എല്ലാം വളരെ കൃത്യമാണ്. നിങ്ങളൊന്ന് മാന്യമായിരുന്നാൽ ബാക്കി എല്ലാം ഭംഗിയായി നടക്കും. നാളെ രാവിലെ ചോറുന്നാൻ പോകാനുള്ളതാ പല വീട്ടിലും. അവിടെ ചെല്ലുമ്പോൾ വീട്ടിലേക്ക് ഉസ്താദ് നിങ്ങൾ ഇന്നലെ ചെയ്ത് ശരിയായില്ല, അത് വേണ്ടില്ലായിരുന്നു എന്ന ആളുകൾ ചോദിക്കും. എന്തെങ്കിലും ആലോചിക്കുക. അതേപോലെ ശൈഖ് ജിലാനിയുടെ പേര് കുത്തുബിയത്ത് പറഞ്ഞ എന്താ? യാ കുത്തുബ അഹ്ലിസ് സമാ വൽ അർളി വസഹുമാ യാ ഫൈള ഐനി വുജൂദൈഹിം വവൈസഹുമാ. എന്താ പറഞ്ഞത്? ആകാശഭൂമിയുടെ കുത്തുബും ഔസുമായ മഹാനവറുകളെ, ആകാശ ലോകത്തും ഭൂമി ലോകത്തുമുള്ളവർക്ക് ഉപകാരപ്രദമായ മഴയും അരുവിയും വെള്ളവും ഒഴുക്കുന്ന മഹാനേ. നിങ്ങളെ നാട്ടിൽ നിന്നാളോ എഴുതിയത് പറഞ്ഞു ഒരു മുസ്ലിയാര്. അപ്പൊ യഥാർത്ഥത്തിൽ ഇതൊന്നും ദീനല്ല, ഇതൊന്നും ശരിയല്ല. സൂഫിസം എന്ന് പറഞ്ഞാലും ത്വരീഖത്ത് എന്ന് പറഞ്ഞാലും ഏത് പേരിൽ പറഞ്ഞാലും അതും സ്വീകരിക്കാൻ നമ്മൾ ബാധ്യസ്ഥരല്ല. ശരി, ഇനി അർത്ഥം ആലോചിച്ചോട്ടെ.